CPM കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾ അഴിക്കുള്ളിലേക്ക്. കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയോ ഇത്? വിശകലനം ചെയ്യാം. ഇപ്പോൾ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് അസഫ് അലി, മുൻ DGP നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അപ്പം കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ഇടതു സഹയാത്രികൻ ശ്രീ റിജി ലൂക്കോസ്, സത്യനാരായണൻ ശരത്ലാലിന്റെ പിതാവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് അസഫ് അലി, ഈ വിധിക്ക് ഒരുപാട് തലങ്ങളുണ്ട്, സർവതല സ്പർശിയാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ ഈ വിധിയെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയപരമായും നിയമപരമായും കാലികമായും ഒക്കെ തന്നെ ഒരുപാട് പ്രസക്തിയുണ്ട്. CPM പ്രഹരമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയും കോടതിയിൽ നിന്നുള്ള ഈ പൂർണ്ണ രൂപം വരുമ്പോൾ. പക്ഷേ കുടുംബത്തിന് തീർച്ചയായും കുടുംബം പറയുന്നത് പോലെ അവർക്കൊരു പൂർണ്ണ നീതി ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം റെയറസ്റ്റ് കേസ് എന്ന ഒരു പരിഗണനയിലേക്ക് എന്തായാലും കോടതി എത്തിയിട്ടില്ല. അപ്പോൾ വിധിയുടെ അർത്ഥതലങ്ങൾ, അതിന് അളവ് തൂക്കി നോക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് മനസ്സിലാകുന്നത് ശ്രീ അസഫ് അലി? വിധി തികച്ചും ആശ്വാസകരമാണ്. സമാധാനകാംക്ഷികളായ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരു വിധി തന്നെയാണിത്. കാരണം പെരിയ ഇരട്ടക്കൊലക്കേസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി സ്പോൺസർ ചെയ്ത ഡബിൾ മർഡറാണ്. ശരിക്കും ഇതൊരു രാഷ്ട്രീയ കൊലപാതകം, രാഷ്ട്രീയ സംഘടനം എന്നെല്ലാം നമ്മൾ മാധ്യമങ്ങളും പൊതുസമൂഹവും അതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ടെറർ അറ്റാക്കാണ്. ശരിക്കും ഈ കൊലപാതകം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ രീതി പരിശോധിച്ചാൽ ഒരു ടെറർ അറ്റാക്കാണ്. അതിന് കേരളത്തിലെ ഒരു ഭരണകക്ഷിയുടെ പാട്രണേജാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ പരിശോധിക്കേണ്ടത്, ഞാൻ എത്രയോ ചർച്ചയിൽ പറഞ്ഞതാണ്, ഈ സംഭവം ഒരു കുടുംബത്തെയോ ഒരു പാർട്ടിയെയോ മാത്രമല്ല ഞെട്ടിച്ചത്, വേദനിപ്പിച്ചത് കേരളത്തെ പൊതുസമൂഹത്തെ മുഴുവനാണ്. 2 കലാകാരന്മാരായ നിരപരാധികളായ 2 ചെറുപ്പക്കാരെ എന്തിനാണ് അവരെ ഇത്ര ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്? അവർക്ക് ആ കൊലയാളികൾക്ക് സഹായം നൽകിയത് ആരാണ്? ഇപ്പോഴും സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ആ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ആ ഗ്രാമവും കാസർഗോഡ് ജില്ലയും മൊത്തത്തിൽ ഞെട്ടി പുറച്ചിരിക്കുന്ന അവസരത്തിൽ അന്ന് കാഞ്ഞങ്ങാട്ടെ ഉദുമ പ്രതിനിധിയായിരുന്ന ചന്ദ്രശേഖരൻ മന്ത്രി ഈ കുടുംബത്തിൽ പോയി അവരെ സമാശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഇവരെ വീട്ടിൻ്റെ അടുത്തൊരു സ്ഥലത്ത് വന്നു. ഇവരെ വീട്ടിൽ കയറിയില്ല. ഈ നിമിഷം വരെ ശ്രീ പിണറായി വിജയൻ ഈ സംഭവത്തെ അപലപിച്ചില്ല. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കൊലപാതകം ആവിഷ്കരിച്ചത് ഒരു ഏറ്റുമുട്ടലിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രകോപനത്തിൻ്റെ പേരിലോ ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിൻ്റെ പേരിൽ ഉണ്ടായ സംഭവമല്ല. വളരെ ആസൂത്രിതമായി പാർട്ടി ആവിഷ്കരിച്ചതാണ്. കൊലപാതകം നടക്കുന്ന 1 മണിക്കൂർ മുമ്പ് 1-ാം പ്രതി പീതാംബരൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നു. അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വാഹനങ്ങളുടെ ഒരു വ്യൂഹം ത്തിൽ കയറി ആളുകളെല്ലാം, ഈ കൊലയാളികളെല്ലാം സംഭവ സ്ഥലത്ത് പോകുന്നു. ഈ 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്ന് അവർ ആയുധവുമായി എത്തിച്ചെല്ലുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നത് പാർട്ടി നേതാക്കന്മാരാണ്. അവർക്ക് അജ്ഞാതമായ ഒരു ഫോൺ വരുന്നു. അവരെ വസ്ത്രങ്ങളെല്ലാം, ഈ കൊലയാളികളുടെ വസ്ത്രങ്ങളെല്ലാം ചുട്ടുകരിക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ടുപോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ്. ഇത് ഇൻഡിക്കേറ്റ് വാട്ട്? ഞാനിത് ഒരു ടെറർ അറ്റാക്കാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാകും. പക്ഷേ ഭീകര കൃത്യത്തെ അടിച്ചമർത്താൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമാണ് UAPA. ആ UAPA നിയമത്തിൽ സെക്ഷൻ 15 പരിശോധിച്ചാൽ ടെറർ ആക്ട് എന്താണെന്ന് നിർവചിച്ചിട്ടുണ്ട്. ആ ടെറർ ആക്ട്, ആ നിർവചനവും ഈ നടന്ന സംഭവം പരിശോധിക്കുമ്പോൾ അതിന് സമാനമാണ്. സ്ട്രൈക്കിംഗ് ടെറർ ഓർ അറ്റംപ്റ്റ് ടു സ്ട്രൈക്ക് ടെറർ by using inflammable material or any chemical material or any deadly weapon and causing death or injury. ആക്രമം അഴിച്ചുവിടുക, ഭീകരകൃത്യം അഴിച്ചുവിടുക, എന്നിട്ട് ആളെ കൊല്ലുക മാരകായുധങ്ങൾ ഉപയോഗിച്ച്. ഇവിടെ നടന്നത് ഇതല്ലേ? ഇതുകൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ആ കശ്മീരിലാണ് ഇത് നടന്നതെങ്കിൽ ഇത് പറയാ ഇത് ഭീകര ആക്രമണം നടന്നതെന്നാണ്. പക്ഷേ കശ്മീരിൽ ഭീകരാക്രമണം നടന്ന ആക്രമകാരികൾക്ക് ഭരണകൂടത്തിന് പിൻബലമുണ്ടാവില്ല, ഭരണകക്ഷിയുടെ പിൻബലമുണ്ടാവില്ല. ഈ ആക്രമണം നടത്തിയ ആളുകളെല്ലാം പരിരക്ഷിക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലേ?
ഒരു പാർട്ടിയുടെ മുൻ MLA ഇതിൽപ്പെട്ട ഒരു ടെറർ അറ്റാക്ക് നടത്തിയ ഒരു വിദ്വാനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നു. കാരണം നമുക്ക് അങ്ങനെയുള്ള വശങ്ങൾ കൂടി ഇന്ന് പരിശോധിച്ച് പോകേണ്ട ദിവസമാണ്, സന്ദർഭമാണ്. അഡ്വക്കേറ്റ് അസഫലി തുടരുക. ഇപ്പോൾ കൃഷ്ണൻ, കൃപേഷിന്റെ അച്ഛൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണൻ, ഒപ്പം തന്നെ അങ്ങയുടെ സുഹൃത്തു കൂടിയായ സത്യനാരായണൻ, നിങ്ങളൊക്കെ തന്നെ നടത്തിയ നീതിയുടെ പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതാണ് ഇന്ന് കോടതിയിൽ കണ്ടത്. ഈ വിധിയിൽ അങ്ങ് പൂർണ്ണ തൃപ്തനാണോ? എത്രത്തോളം മനസ്സിനും നാടിനും സമകാലിക രാഷ്ട്രീയക്കാർക്കുമൊക്കെ തന്നെ പാഠമാകേണ്ടതാണ്, സ്മരിക്കേണ്ടതാണ് ഈ വിധി എന്നാണ് കൃഷ്ണന് തോന്നുന്നത്? എന്ന് വെച്ചാൽ 6 വർഷത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അവസാനത്തെ ഒരു തിരശ്ശീല വീരായിരുന്നു ഒന്നേത്തത്. അതിൽ ഇവർ 8 പ്രതികൾക്കങ്ങ് വധശിക്ഷ കിട്ടുമെന്നില്ല പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായത്. പക്ഷേ ഇപ്പോൾ കിട്ടിയത് 10 പ്രതികൾക്ക് ഇരട്ട ഇതാണ്, പിന്നെ ശിക്ഷയാണ്. പിന്നെ ഒരു 4 പ്രതികൾക്ക് കിട്ടിയത് 5 വർഷം തടവാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്, ബേജാറുണ്ട്. പക്ഷെ എന്നാലും ഈ വിധിയോട് കുറച്ചും കൂടി ഒരു മനസ്സ് സാവധാനമില്ലാതെ ഇവർക്ക് ശിക്ഷ വിധിച്ചത് 2 ഡബിൾ ശിക്ഷനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവർ ജീവിതകാലത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്നുള്ള ഒരു മനസ്സിലെ സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. ശ്രീകൃഷ്ണൻ, ഈ KV കുഞ്ഞിരാമനെ പോലെയുള്ള CPM-ന്റെ പ്രബലനായ നേതാവ്, മുൻ MLA ജയിലിലേക്ക് അഴിയെണ്ണാൻ പോവുകയാണ്, ജയിലിലേക്ക് പോവുകയാണ്. ആദ്യം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ദിവസം ജാമ്യത്തിൽ തുടരാൻ കോടതി അനുവദിച്ചപ്പോൾ അവരൊക്കെ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ 3 വർഷത്തിൽ കുറഞ്ഞുള്ള ഒരു ശിക്ഷയായിരിക്കാം ലഭ്യമാവുക, ജാമ്യം ലഭിച്ചേക്കാം എന്നൊക്കെ തന്നെയുള്ള ചർച്ചകളും പ്രതീക്ഷകളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു മുൻ MLA ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ ജയിലിലേക്ക് അയക്കാൻ, ഒരു പ്രബലനായ വ്യക്തിയെ ജയിലിലേക്ക് അയക്കാൻ കഴിഞ്ഞതിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? MLA ജയിലിലേക്ക് അയക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവർ കിടക്കേണ്ട ഒരു പ്രതി തന്നെയാണ്. അവർക്ക് ജാമ്യം കിട്ടിയതിനെ കൊണ്ട് അവർ വിളിച്ച് ഇത് നമ്മൾ ഇന്നേ തന്നെ ഇവിടുന്ന് ജാമ്യം എടുത്ത് പോകാമെന്നാണ് ഈ MLA-യും 4 പ്രതികളും വിചാരിച്ചത്. പക്ഷേ ഇവർക്ക് 5 കൊല്ലം വിധിച്ചതിനെ കൊണ്ട് ഇന്ന് കണ്ണൂർ ജയിലിലേക്കാണ് പോകേണ്ടി വന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് കൂടാലോചനത്തെ ഈ 2 കുട്ടികളെ കൊല ചെയ്യാൻ എല്ലാ ഒത്താശയും ചെയ്ത് അവരെ ആയുധങ്ങൾ നശിപ്പിക്കാനും വസ്ത്രങ്ങൾ കത്തിക്കാനും എല്ലാറ്റിനും കൂട്ടുനിന്ന ഒരു പ്രതികളാണ് ഇവരൊക്കെ, ഈ 4 പ്രതികളും. പക്ഷെ അവർക്ക് തക്കതായ ശിക്ഷ ഇപ്പോൾ 5 വർഷമെങ്കിലും ഒരു തക്കതായ ശിക്ഷ തന്നെയാണ് ഇത്ര കിട്ടിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് വളരെ തൃപ്തരാണ്. എന്നാൽ ഇവർക്കും കൂടി ഈ ശിക്ഷ ജീവപര്യന്തം തടവ് ഇവർക്ക് ശിക്ഷ കിട്ടണമായിരുന്നു എന്നാണ് നമ്മളെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത് കിട്ടിയില്ല. അതിന് പാർട്ടിയുമായി ആലോചിച്ച് മുമ്പോട്ട് പോയി. അതുപോലെ തന്നെ 10 പ്രതികൾ ഇന്ന് പുറത്ത് കിടക്കുകയാണ്. ആ 10 പ്രതികൾക്കും കൂടി ഇവരെ പോലെ തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മളെ ബഹുമാനപ്പെട്ട പാർട്ടിയോടും നമ്മളെ ബഹുമാനപ്പെട്ട സോസോട്ടറോട് ആലോചിച്ച് നമ്മളെ സഹായിച്ച വക്കീൽമാരോടെല്ലാം ആലോചിച്ച് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും. അവരെയും കൂടി ഈ ശിക്ഷയിലേക്ക് കൊണ്ട് ഈ തടവിലേക്ക് എത്തിക്കാൻ വേറുന്ന നടപടിയിലേക്ക് നമ്മൾ നീങ്ങാം. മടങ്ങിയെത്താം ഞാൻ. ശ്രീകൃഷ്ണൻ, സത്യനാരായണൻ ലാലിന്റെ അച്ഛൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സത്യനാരായണൻ, കഴിഞ്ഞ 6 വർഷക്കാലം മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് താങ്കൾ നിയമ പോരാട്ടത്തിനായി പോയത് എന്ന് കേരളത്തിൽ പൊതുവെയുള്ള പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാൻ കഴിയും. കാരണം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പ്രതിബന്ധമായി വരുന്നത് ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ അണികളെ സംരക്ഷിക്കുക എന്നത് ഒരു പക്ഷേ ഒരർത്ഥത്തിൽ ന്യായീകരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ അഭയം തേടുന്ന, പ്രതീക്ഷാ നിർഭരമായി കാണുന്ന ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാന ഭരണകൂടം നിങ്ങൾക്കെതിരെ നിലകൊണ്ട് നിയമവഴിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. പിന്നീട് നിങ്ങൾ വിശ്വസിച്ച ഈ കേസിൽ പ്രതീക്ഷയോട് കണ്ട CK ശ്രീധരൻ എന്ന അഡ്വക്കേറ്റ് മറുകണ്ഠം ചാടി പ്രതികൾക്കൊപ്പം നിന്ന് നിയമപോരാട്ടത്തിൽ ആ കോടതിയിൽ നിൽക്കുന്നത് കണ്ടപ്പോഴൊക്കെ വല്ലാത്ത മുറിവേൽപ്പിച്ചതായി അങ്ങ് പറയുമായിരുന്നു. ഇന്നിപ്പോൾ വിധി വരുമ്പോൾ ആ വിധിയെ എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഈ 6 വർഷം ഈ വേദനയോടെ, ഈ സങ്കടം സഹിക്കവയ്യാതെ അതിനൊരു പ്രതിവിധിയായി പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വിധി. അത് CPM എന്ന
പാർട്ടിയല്ല ക്രിമിനൽ സംഘത്തിന് ഏറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടി, പ്രത്യേകിച്ചും പിണറായിക്ക് തന്നെ ഏറ്റ ഒരു തിരിച്ചടിയാണ്. കാരണം അദ്ദേഹമാണല്ലോ ഒരു സർക്കാരിനെ നയിക്കുന്നത്. അദ്ദേഹം ഈ സർക്കാരിനെ നയിക്കുന്നത് നമ്മൾക്കൊക്കെ അതുപോലെ അവകാശങ്ങളും ജീവിക്കാനുള്ള അവകാശങ്ങളും സംരക്ഷണവും തരേണ്ട ഒരു സർക്കാർ, അതായത് കൊല്ലുന്നവരെ സംരക്ഷിക്കുക, അതായത് കൊല്ലാൻ ആളെ വിടുക, അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളത് വ്യക്തമായിട്ടും ഈ വിധിയോടുകൂടി തന്നെ ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇല്ല, ഇവർ പാർട്ടിക്ക് പങ്കില്ല എന്ന് എപ്പോഴും നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സന്ദേശം ഈ പാർട്ടിക്കാർക്ക് ഇനി ഈ കൊല്ലാൻ വിടുമ്പോൾ ഇത് ഏറ്റെടുക്കാതിരിക്കാൻ, ഇനി ഈ കേരളത്തിലൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഈ കൊലയാളികളെ ഈ തടങ്കലിൽ ഒരു കാലത്തും പുറത്തു വരാത്ത വിധത്തിലുള്ള ഒരു തടങ്കലിലേക്ക് ഇവരെ പറഞ്ഞു വിടണമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസവും നമുക്കുണ്ടായിരുന്നു. അത് ഇവർ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഈ നാട്ടിലുള്ള ഏത് ചെറുപ്പക്കാർക്കായാലും പിന്നെ ജീവിക്കാൻ പറ്റില്ല, പിന്നെ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല, മറ്റ് മേഖലകളിലൊന്നും സൗര്യജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് CPMൻ്റെ DYFI എന്നൊരു സംഘടന. അതിൽപ്പെട്ട് ഇവർ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നത് തന്നെ ഇവരുടെ സംരക്ഷണത്തിൻ്റെ ഉറപ്പ് എന്ന് വെച്ചാൽ ഇവർ ഘട്ടം ഘട്ടമായി മോൾ തരുന്നുള്ള നിർദ്ദേശപ്രകാരം ഇതേപോലെ കുഞ്ഞിരാമൻ ഇതുപോലുള്ള ഏരിയ ജില്ലാ കമ്മിറ്റിയുടെ മുഖേന താഴെത്തട്ടിലുള്ള ബ്രാഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവരൊക്കെ കൂട്ടായി നിന്ന് എല്ലാ പദ്ധതികളും തയ്യാറാക്കി ഇവിടെ നിന്നും എന്ത് കാര്യങ്ങൾ നടത്തുന്നു അതിന് വേണ്ടുന്ന സംരക്ഷണം എവിടെയൊക്കെയോ, ഇപ്പോൾ വെളുത്തോളിയിൽ വെച്ച് ഇപ്പോൾ KV കുഞ്ഞിരാമൻ വെളുത്തോളി എന്നൊരു വീട്ടിലാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഉദുമയിലാണ് താമസം. ആ മുൻ MLA 10 വർഷം നാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് നിന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ജനസേവനമാണത്. അതായത് പ്രതികളെ കൊണ്ടുപോകുക, അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയും മുൻകൂട്ടിയുള്ള ധാരണയില്ലെങ്കിൽ അങ്ങനെ മുൻകൂട്ടി അവിടെ വെളുത്തോളിയിലെത്തി ഇവരെ രക്ഷിക്കാൻ പിന്നെ വണ്ടി നിറക്കി കൊണ്ടുപോകാൻ ഉള്ള ഒരു ധൈര്യം ഇയാൾക്കുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ഒത്താശയുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ അതിലൊന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഈ കേസിൻ്റെ ആദ്യം തൊട്ടേ നമുക്ക് CK ശ്രീധരൻ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ വക്കീൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ നേതാവായിട്ട് ഇവിടെ വാടുന്ന സമയത്ത് നമുക്ക് തണലുമായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. അത് സത്യത്തിൽ അത് പ്രഹസനം മാത്രം ആണ് എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. കാരണം നമ്മൾക്കിപ്പോൾ CK ശ്രീധരനോ ഈ പീതാംബരനോ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനോ എല്ലാം 3 പേരും ഒരുപോലെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ പ്രതികളെ രക്ഷിക്കാനും കൊല്ലാൻ പറഞ്ഞയക്കുന്ന ആൾക്ക് രക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അതൊരു പാർട്ടി ചെയ്താൽ നമുക്ക് കുറച്ചങ്ങ് സഹിക്കാമായിരുന്നു. പക്ഷേ ഇതൊരു സർക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കണ്ട് നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ പരിപാടിയാണ് ഈ സർക്കാർ ചെയ്തു കൂട്ടുന്നത്. അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും ഒരു വ്യക്തി എന്ന നിലയ്ക്ക്? നമ്മുടെ പ്രസ്ഥാനം കൂടെ ഉണ്ട്. കോൺഗ്രസും UDF എന്നുള്ള പ്രസ്ഥാനവും വലിയൊരു ജനസമൂഹം, ഇതിൽ വേദനിച്ച ജനസമൂഹം നമ്മൾ പിന്നിൽ അണിനിരത്തുന്നു. അടിയുറച്ചൊരു വിശ്വാസം നമുക്കതിലുണ്ടായി. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാണുന്ന ചാനലിലിരിക്കുന്ന ആസഫ് അലി സാർ, വലിയ നിയമജ്ഞനും വലിയ നിയമപണ്ഡിതനും ആയ ആസഫ് അലി സാർ ഈ കേസിൻ്റെ തുടക്കം മുതൽ അന്നത് ഈ CK ശ്രീധരൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിഫ് അലി സാറിൻ്റെ ആ പ്രവർത്തനം, അതുപോലെ തന്നെ CK ശ്രീധരൻ മറുകണ്ഠം ചാടി മറുഭാഗത്തു നിന്നുള്ള പ്രവർത്തനവും വിലയിരുത്തിയാൽ മനസ്സിലാവും ഏതാണ് മനുഷ്യൻ, ഏതാണ് മൃഗം. അപ്പോൾ ഒരു മനുഷ്യത്വം എന്നുള്ളൊരു ഒരുപാട് പേർക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു ദിവസമാണ്. താങ്കൾ തുടക്കം മുതൽ ഈ കേസിന്റെ വഴിയിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ തന്നെ താങ്കൾ അത് അനുസ്മരിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ താങ്കൾ അനുസ്മരിക്കാൻ അസഫ് അലി സാറിലേക്ക് കൂടി നമുക്ക് പോയ ശേഷം റെജി ലൂക്കോസിലേക്ക് എത്താം. ശ്രീ അസഫ് അലി, ഞാൻ ആ സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് എത്തിയ പറന്നിറങ്ങിയ ആ പ്രബലരായ അഭിഭാഷകരുടെ പേരൊന്ന് നോക്കുകയായിരുന്നു. മനീന്ദർ സിംഗും പ്രഭാസ് ബജാജ്, രഞ്ജിത് കുമാർ, രവിപ്രകാശ്, അങ്ങനെ മുന്തിയ ഇനം മത്സ്യങ്ങളെയാണ് ഇറക്കി കളിച്ചത്. അത് ഇറക്കി കളിച്ചതാരാണ്? ഒരു സ്റ്റേറ്റാണ്. സ്റ്റേറ്റിന്റെ പണം ആരുടേതാണ്? എന്റെയും അങ്ങയുടെയും സാധാരണക്കാരായ എല്ലാവരുടെയും പണം കുത്തൊഴുക്കിയതാണ്. 1 കോടിയിൽ ചില്ലേറെ രൂപ ചിലവാക്കിയതാണ്. പക്ഷേ കോടതിയിൽ സത്യങ്ങളാണ് എപ്പോഴും ബോധ്യപ്പെടുക. അങ്ങനെയൊക്കെയുള്ള ഒരു അടയാളപ്പെടുത്തൽ ഇതിന്റെ പിന്നാമ്പുറങ്ങൾ ഈ കേസിന്റെ നോക്കുമ്പോൾ അങ്ങേക്ക് എത്രത്തോളം ഉത്കണ്ഠ തോന്നുന്നുണ്ട് ഇന്നത്തെ വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ? ഈ സത്യം ജയിച്ചു എന്ന് മാത്രമാണ്. കാരണം ഈ കേസിൽ നടന്ന സംഭവം എന്താണ്? രാഷ്ട്രീയ വിരോധമല്ല. രാഷ്ട്രീയ വിരോധമാണെങ്കിൽ ഐഡിയോളജിക്കലാണ് രാഷ്ട്രീയ വിരോധം തീർക്കേണ്ടത്.
ഈ കില്ലർ ഗ്യാങ്ങിനെ വിട്ട് ഒരു പാർട്ടിയും ഒരു ഗവൺമെൻറ്റും 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തലാണോ രാഷ്ട്രീയ വിരോധം? ഇതെന്താണ് നടന്നത്? നമ്മൾ സാധാരണ പറയുന്നത് കേൾക്കേണ്ടത് സാക്ഷി കൂറുമാറും കേസിൽ, പ്രതി കൂറുമാറും, അതിനാണ് മാപ്പ് സാക്ഷി. അത് നമ്മളെ CRPC തന്നെ അതിന് വകുപ്പുണ്ട്. ഒരു അഭിഭാഷകൻ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യേട്ടൻ പറഞ്ഞത് ഈ മനുഷ്യനൊരു അഭിഭാഷകൻ ഇറ്റ്സ് പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ്. ഭാര്യ ഭർത്താവിനോട് പറയാത്തത്, ഭർത്താവ് ഭാര്യനോട് പറയാത്ത രഹസ്യം വെളിപ്പെടുത്തുന്നതാണ് ഒരു അഭിഭാഷകൻ. എവിഡൻസ് ആക്ടിൽ തന്നെ ഒരു വകുപ്പുണ്ട് 126. അഭിഭാഷകനോട് ഒരാൾ പറഞ്ഞ കാര്യം പുറത്ത് പറയാൻ പാടില്ല. പ്രൊഫഷണൽ എത്തിക്സാണ്. അത്രയും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ്. ടോട്ടലി അൺഫോർച്ചുനേറ്റ്. ഈ മാതാപിതാക്കളും ആ കുടുംബവും നാട്ടുകാരും എല്ലാം ഒറ്റക്കെട്ടായി നിന്നു. ഇത് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊലപ്പെടുത്തുക, അതിന് സർക്കാർ പണം 1 കോടി രൂപയൊന്നുമല്ല. അവർ ആ 2 അഡീഷണൽ സോളിസിറ്റർ ജനറൽമാർ അവർ വരിക വ്യാഴാഴ്ചയാണ്. വ്യാഴം വെള്ളി ഇവിടെ നിൽക്കും. 2 ദിവസം കേരളം കണ്ട് ചുറ്റിക്കറങ്ങി പോകും. അതിൻ്റെ ഒക്കെ ചെലവ് സർക്കാരാണ്. കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായിരുന്നു, DGP ഉണ്ടായിരുന്നു, 100 ചില്ലാണ് സ്പെഷ്യൽ ഗവൺമെൻറ് പീഡർമാരുണ്ടായിരുന്നു. അവരെല്ലാം കഴിവും പ്രാപ്തിയുമുള്ള അഭിഭാഷകന്മാരാണ്. അവരെല്ലാം മറികടന്നിട്ടാണ് ഡൽഹിയിൽ നിന്ന് വളരെ വിലപിടിപ്പുള്ള അഭിഭാഷകന്മാരെ കൊണ്ടുവന്നു. എന്തിനാണ്? ഫോർ വാട്ട്? ഈ കേസ് കേരള പോലീസ് തന്നെ അന്വേഷിക്കണം. കേരള പോലീസിൻ്റെ ഡ്യൂട്ടി എന്താണ്? ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എൻ ഇൻഡിവിജ്വലാണ്. കേരള പോലീസ് ചെയ്തത് അറിയുമോ നിങ്ങൾ? ഈ കേസിൽ ഈ പീതാംബരൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം സാക്ഷികളാക്കി. ആ സാക്ഷികൾ നാളെ കൂട്ടിയിലെത്തിയാൽ പീതാംബരനെതിരെ മൊഴി പറയുമോ? അവരെല്ലാം ഗൂഢാലോചനക്കാരാണ്, കോൺസ്പിറേറ്റേഴ്സാണ്. ആയുധം കണ്ടെടുത്തു. വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഗുരുതരമായ മൂർച്ചയേറിയ ആയുധം കൊണ്ടാണ് തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പോലീസ് കണ്ടെടുത്തത് GI പൈപ്പാണ്. ആ പൈപ്പ് കണ്ടെടുത്ത് ഭദ്രമായി കെട്ടി ഈ ഫോറൻസിക് സർജൻ, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനെ കാണിക്കാതെ കോടതിയിൽ സീറ്റ് വെച്ചു. അപ്പോൾ ഒരു കേസ് അട്ടിമറിക്കാൻ ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് SP നേതൃത്വത്തിൽ അന്വേഷണം സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ആ SP ഓണസ്റ്റ് മാൻ അദ്ദേഹം ഒരു ഉത്തരവിറക്കി. ഈ സംഭവ സ്ഥലത്തുള്ള CCTV ക്യാമറ ഫുട്ടേജ് എടുക്കണം. ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നടന്നത് എന്താണെന്ന് അറിയുമോ? ആ ഉത്തരവിറക്കിയ ആ SP 2 ദിവസം കൊണ്ട് ട്രാൻസ്ഫർ ആയി കളഞ്ഞു. ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥന്മാർ CCTV ക്യാമറയുടെ ഫുട്ടേജ് എടുക്കാൻ വേണ്ടി ഉത്തരവിറക്കിയപ്പോൾ അവർ എടുത്തത് എന്താണെന്ന് അറിയുമോ? അവിടെ CCTV ക്യാമറ സ്ഥാപിക്കാൻ മർച്ചൻസ് അസോസിയേഷൻ എടുത്ത തീരുമാനത്തിൻ്റെ മിനിറ്റ്സാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കണ്ടെടുത്തത്. അപ്പൊ കൊല നടത്താൻ പാർട്ടി, അവർക്ക് സാമ്പത്തിക സഹായം കില്ലർ ഗ്യാങ്ങിന് പാർട്ടി, ആ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു പാർട്ടിയും ഗവൺമെന്റും. ഒരു പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ, ആ ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിച്ചപ്പോഴാണ് സിംഗിൾ ജഡ്ജിൻ്റെ അടുത്ത് നമ്മൾ റിട്ട് പെറ്റീഷൻ കൊടുത്തത്. ആ കേസ് സിംഗിൾ ജഡ്ജി വിധി വന്നപ്പോൾ അപ്പീൽ പോകാൻ വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ആരന്വേഷിച്ചാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്റ്റേറ്റാണ് ഒരു കുടുംബത്തിനെതിരെ തിരിഞ്ഞു നിന്നത്. കൂടെ എൻ്റെ അഭിപ്രായത്തിൽ 4 കോടിയിലധികം. ഞാൻ ഈ പറഞ്ഞത് സമകാലിക സംഭവങ്ങളുമായി വീണ്ടും ഈ സംഭവങ്ങൾ ചേർത്ത് വായിക്കേണ്ടി വരും എന്ന് പറയുന്നത്, ഇന്നും ഒരു പാർട്ടി പഴികേൽക്കപ്പെടുന്ന കേസുകളിൽ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷന് തയ്യാറാകാതെ തനിയാവർത്തനം പോലെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വിധി ഒരുപാട് പാഠങ്ങളും ചിന്തകളും ചിന്തിക്കേണ്ട വിഷയമായി മാറ്റുന്നുണ്ട്. ഇടവേള എടുത്ത ശേഷം ശ്രീ റെജി ലൂക്കോസിലേക്ക് എത്താം. ചർച്ചയിലേക്ക് തിരികെ. ശ്രീ റെജി ലൂക്കോസ്, CPM നേതാക്കളടക്കം CPMന്റെ മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകളാണ് ജയിലിലേക്ക് പോകുന്നത്. അത് CPMന് ഏറ്റ പ്രഹരമാണോ? വിധിയെ റെജി ലൂക്കോസ് സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, കോടതി വിധിയെ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഏത് കൊലപാതകത്തിനെയും നമ്മൾ അപലപിക്കണം. കൊലപാതകം എവിടെ നടന്നാലും, പ്രത്യേകിച്ച് യുവാക്കളെ കൊന്നതല്ലേ, അല്ലെങ്കിൽ പോലും ഏത് മനുഷ്യജീവനെയും കവരുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കൃഷ്ണന്റെയും ശരത്ലാലിന്റെയും മരണം നടന്നപ്പോൾ, അല്ല കൊലപാതകം നടന്നപ്പോൾ, തീർച്ചയായിട്ടും അതിനെ ആദ്യം അവലപിച്ചതും നിമിഷങ്ങൾക്കുള്ളിൽ അവലപിച്ചതും ശക്തമാരിൽ പോലീസ് സംവിധാനത്തിന് ഏർപ്പെടുത്തി അതിന് ഇൻവെസ്റ്റിഗേഷന് ഓർഡർ കൊടുത്തതും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കൊലപാതകത്തെ അവലപിക്കുമ്പോൾ വൺ സൈഡായിട്ട് അവലപിക്കാൻ പറ്റത്തില്ലല്ലോ. കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെയും പിന്നെ SFIയുടെയും പിള്ളേരെ കൊന്നു കണ്ടപ്പോഴും ഈ രീതിയിലുള്ള കണ്ണീരുകൾ നമുക്ക് ഒരേ രീതിയിൽ തന്നെ കാണേണ്ട വരും. ധീരജ് എന്ന് പറയുന്നത് 21 വയസ്സുകാരൻ നമ്മൾ അപലപിച്ചതാണ്. ഇന്നത്തെ കോൺടെസ്റ്റിൽ ഇതാണ് വാർത്ത. ഈ വാർത്തയനുസരിച്ചുള്ള പോയിന്റുകളിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്, ഏറ്റവും ഉചിതവും. അത് പറ്റത്തില്ല പിന്നെ പ്രതീക്ഷ. കാരണം
എന്നെ പോലെ ആളെ വിളിച്ചിരുത്തിട്ട് ഇതിനെ മാത്രം അപലപിക്കുന്നത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ കൊന്നു തള്ളുന്നത് ആ മാതാപിതാക്കളുടെ വേദനകൾ അപലപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്, എന്ത് ജനാധിപത്യ ചർച്ചയാണത്? അങ്ങനെ ഒരു ചർച്ച പങ്കെടുക്കാൻ പറ്റൂ. CPM-കാരനോട് എന്തും ചെയ്യാം, മറ്റുള്ളവർക്കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് നിങ്ങൾ വിമർശിക്കുക. നാദാപുരത്തെ മുസ്ലിം ക്രിമിനലുകൾ ഒരു 18 വയസ്സുകാരെ DYFI പ്രവർത്തകരെ കൊന്നു തള്ളി ക്രൂരമായി വെട്ടിയും കുത്തിയും അതിൽ 5 എണ്ണം ജയിലിലായി. ഇപ്പം ആ 5 എണ്ണം തന്നിരുന്ന പാഠവും കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞുള്ള പാഠം അതും ഒരു പാഠമല്ലേ? ഒരു കൊലപാതകത്തെയും ഒരു അമ്മയുടെയും കണ്ണുനീരിൽ വീഴാൻ പാടില്ല. ആ നിലപാടാണ് എല്ലാ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യർക്കും. അപ്പൊ പക്ഷേ എന്താണ് അങ്ങനെ കൊലപാതകം ചെയ്യുന്ന പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന പ്രതികളാക്കപ്പെടുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്, അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ അതാണോ ഇവിടെ നടമാടുന്നത്? അവിടെയാണ് താങ്കൾ ആ സ്റ്റേറ്റിന്റെ മേന്മ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ സർക്കാർ സ്വാഗതം ചെയ്യുന്നത്. പിന്നീട് അതേ സർക്കാർ എന്താണ് ചെയ്തത്? അപ്പോൾ കോടികൾ മറിച്ചു, കോടികൾ കൊടുത്ത് അഭിഭാഷകരെ ഇറക്കി, പക്ഷേ കുഞ്ഞിരാമനെയോ ഈ ആരെയും രക്ഷിക്കാനായിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ ശ്രീ റെജി ലൂക്കോസ്? ചിന്തിക്കേണ്ടതല്ലേ ഭരണകൂടവും? അല്ല, സർക്കാരിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കോടതി വിധിയെ മാനിക്കണമെന്നാ പറഞ്ഞത്. അത് പറയാനുള്ള സാമാന്യ മര്യാദയും വിവേകവും ഉള്ള ഒരാളാണല്ലോ കേരളത്തിലെ മലയാളികൾ. അല്ല, ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ കൊലപാതകം നടന്ന അന്ന് മുതൽ ഈ ചാനലുകൾ ഡിബേറ്റിൽ പറയുന്ന ഒരാളാണ് ഞാനും ഉണ്ട്. ഇന്ന് വരെ കൊലപാതകത്തെ അനുകൂലിച്ച ഒരു അക്ഷരം പറയാത്തവർ ഞങ്ങളുടെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ CPM-ന്റെ പ്രവർത്തകരെയും ആ CPM പ്രവർത്തകരെ വെട്ടിക്കൊന്ന് തള്ളിക്കളയുമ്പോഴത്തേക്ക് ആർക്കുമില്ലാത്ത ഒരു വേദനയും ഇതിൽ മാത്രം കാണിക്കുന്നതിനുള്ള വിവേചനം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും പറയാറില്ല. അത് വളരെ വസ്തുതയല്ലേ? അതിൽ 3 കുട്ടികളും ഏക സന്തതികളാണ്. നിങ്ങൾക്കറിയാം, തളിപ്പറമ്പിലെ ധീരജന്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. ഈ കുട്ടിയാണ് SFIയിലേക്ക് വന്നത്. ശവസംസ്കാരത്തിനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു അവിടെ ആ കുട്ടിയെ ഒന്ന് അടക്കം ചെയ്യാൻ. കണ്ണൂർ നിവാസികൾ, കണ്ണൂരിലെ CPM പ്രവർത്തകരാണ് വെട്ടൻ സ്ഥലം വാങ്ങിച്ചത്, അടക്കിയത്. ആ മാതാപിതാക്കൾ ഇപ്പോഴും കണ്ണീരോടെ കഴിയുക. അതൊന്നും പാഠമല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക്? അത് തന്നെയല്ലേ അഭിമന്യു എന്ന് പറയുന്നത്? നിങ്ങൾ അതൊക്കെ പറയുമ്പോൾ അത് മിണ്ടിപ്പോരെന്ന് പറയുന്നത് എന്ത് ന്യായമത്? അപ്പൊ നിങ്ങളുടെ ഒന്നിനെയും സമീപിച്ചിട്ടില്ല. എല്ലാ സംഭവങ്ങളും കൊലപാതകങ്ങളെ നമ്മൾ അപലപിച്ചിട്ടുണ്ട്, അതിന്റെ വിവിധ വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ അത്യപൂർവമായ ഒരുപാട് വശങ്ങളുണ്ട്. അവിടെ CPM എടുത്ത പ്രത്യേക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് സ്വാഭാവികമായും പ്രത്യേക താല്പര്യം കാണിക്കാം പാർട്ടി പ്രവർത്തകർ പ്രതികളാകുമ്പോൾ. പക്ഷേ അവിടെ സർക്കാർ എന്താണ്? സർക്കാർ എല്ലാവരുടെയും സംരക്ഷകരാണ്. അതാണോ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്? റെജി ലൂക്കോസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേസിൽ അതാണോ സംഭവിച്ചിട്ടുള്ളത്? അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ചിന്തിക്കാനുള്ള വിവേകം എനിക്ക് പ്രതീക്ഷ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് മാത്രം ഒഴിച്ച് വേറെ ആർക്കും ഉണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറ്, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നതാണ് അദ്ദേഹം. ഞങ്ങൾ ഒത്തിരി ചർച്ച പങ്കെടുക്കാറുണ്ട്. വളരെ മാന്യമായിട്ട് ചർച്ച പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം ടെററിസ്റ്റ് ആക്രമണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അഭിമന്യുവിനെ കൊന്നത് എന്താണ് സാർ? ടെററിസ്റ്റ് ആക്രമണമല്ലേ? ആരാണ് അതിന്റെ പ്രതിപട്ടികയിൽ വന്നത്? അപ്പൊ നിങ്ങൾ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ടാർഗറ്റ് ചെയ്യും, മറ്റുള്ളവരെ തന്നോടും ചെയ്തതിന് മാത്രമേ എതിർക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും CBI എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഒരു അന്വേഷണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെയും CPM പ്രവർത്തകരെയും CPM നേതാക്കളെയും വേട്ടയാടാനെന്നുള്ളൊരു 3 തെളിവുകൂടി അടുത്ത കാലത്ത് തന്നെ ഉണ്ട്. ഒന്ന് P. ജയരാജനെ വേട്ടയാടിയ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാൻ വേണ്ടി മാത്രം CBI അന്വേഷണത്തെ എൻക്വയറിക്ക് വേണ്ടി ഒരു വിധി പുറപ്പെടുവിച്ചില്ലായിരുന്നു എന്ന് വെക്കുക. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതെന്ന് വെക്കുക. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചതെങ്കിൽ ഈ എല്ലാ രീതിയിലും അന്വേഷണം സമഗ്രമായി നടക്കുമായിരുന്നുവോ? ഈ പ്രതികൾ, ഇത്രയും ആളുകൾ അവിടേക്ക് എത്തപ്പെടുമായിരുന്നോ? ഈ ഗൂഢാലോചന തെളിയുമായിരുന്നോ? ഒരു പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്നും ബലം പ്രയോഗിച്ച് കൊണ്ടുപോയ മുൻ MLA അതിൽ പ്രതി ചേർക്കപ്പെടുമായിരുന്നുവോ? ക്രൈംബ്രാഞ്ചിന്റെ വിഭാഗമാണ് 14 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അത് പ്രതീക്ഷ മറന്നുപോയോ? അവര് വന്ന് 10 പേരെ കൂടെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് തർക്കിച്ചു. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അതിൽ 3 പ്രതികൾ കോൺഗ്രസിനായിട്ട് അനുഭാവികളാണ്. 3 പ്രതികൾ ആരൊക്കെയാണ് വെറുതെ വിട്ടതെന്ന്, ആരൊക്കെയാണ് ശിക്ഷ കൊടുത്തുള്ളവരെ 10 പേർക്ക് ഉണ്ടെന്നറിയാം. ആ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. 3 പേര് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താ. അതിന് CBI അറസ്റ്റ് ചെയ്തതിനകത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതല്ല. ആ 3 പ്രതികളെ കുറിച്ച് എന്താ നിങ്ങൾ ഉണ്ടാത്തത്? അപ്പോൾ അതാണ് ഈ പറയുന്നത്. അവിടെ CV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന മുൻ MLA-ക്ക് അദ്ദേഹം പോലീസ് സ്റ്റേഷന് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ, ആ കേസിന് 5 വർഷം തടവ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്. അതിന്റെ നിരസ്ഥിതി അതിപ്പോ ഈ ഒറ്റ കോടതി കൊണ്ട് തന്നെ വിധി തീരുന്നില്ലല്ലോ. CBI അന്വേഷിച്ചാൽ എങ്ങനെയാണ് അന്വേഷണം നടക്കണമെന്നുള്ളവരും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ആ അറിവിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ആസിഫ് അലി സാർ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസിന്റെ പരമാവധി നേതാക്കൾ പരസ്യമായിട്ട് ട്രയൽ നടന്നതും ഇപ്പോൾ കോടതി വിധി വരുമ്പോഴും ആ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ആളാണോ ഈ KV കുഞ്ഞിരാമൻ? അതുപോലെ ഞാനാണല്ലോ KV കുഞ്ഞിരാമൻ ഉൾപ്പെട്ടോ ഇല്ലെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല, CBIയുടെ ഗൂഢാലോചനയിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണോ എന്നാണ് ചോദിച്ചത് എന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്.
അല്ല പ്രജീഷേ, അദ്ദേഹത്തിന്റെ പേരിൽ ഗൂഢാലോചനയെ കുറിച്ചൊന്നും ചാർത്തിയിട്ടില്ല കോടതി. ഗൂഢാലോചനയിൽ പങ്കെടുത്തൊരു പ്രതിയല്ല. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് വരെ ജീവപര്യന്തം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് അങ്ങ് പറഞ്ഞുവല്ലോ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ പ്രതി ചേർത്തു എന്ന്. അങ്ങനെ നിഷ്കളങ്കത പറയുമ്പോൾ ഈ CBI അങ്ങനെ ഉണ്ടെങ്കിൽ ഗൂഢാലോചന പ്രത്യേക താല്പര്യം കാണിച്ച് അദ്ദേഹത്തെ പ്രതി ചേർത്തെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരു ട്രയലാണ് നടന്നത്, അങ്ങനെ ഒരു വിധിയാണ് ഇപ്പോൾ കോടതി വിധി വരുമ്പോഴും അങ്ങനെയാണോ അതിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. നിഷ്കളങ്കലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ വാക്യം അനുഭവിച്ചിട്ടില്ല. പൊതുവെ CPM-കാര് 99% നല്ല രീതിയിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഈ സാമൂഹ്യ വിരുദ്ധതയ്ക്കെതിരെ പോരാടി കേരളത്തിന്റെ ഇപ്പോഴത്തെ ഫാബ്രിക്കേഷൻ സ്ഥിതി പാലിക്കുന്നതിൽ മുൻകൈ ഉള്ളവർ. അവരങ്ങനെ നിഷ്കളങ്കരാണെന്നും 100% നിഷ്കളങ്കരാണെന്നത് ഞാൻ പറയത്തില്ല. കാരണം കഠിനമായ വാദങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് CPM പ്രവർത്തകർ. അപ്പൊ നിഷ്കളങ്കതയ്ക്കുള്ള പരിവേഷം നടത്തി ആർന്നല്ല. CV കുഞ്ഞിരാമൻ ഗൂഢാലോചന കേസിൽ പ്രതിയാണെന്നുള്ളവരോ ഗൂഢാലോചന കേസിലുള്ള കുറ്റവും ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ചാർത്തിയിട്ടില്ല. അദ്ദേഹം ഈ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് 5 വർഷം ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് CBI എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലെ സർക്കാരിനെ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രം വന്ന ആ പ്രസ്ഥാനം അവര് കൊടുത്തിരിക്കുന്ന അനുസരിച്ചുള്ള തെളിവനുസരിച്ച് കോടതി വിധിച്ചു. നമ്മൾ വിട്ടു പറയാൻ പറ്റില്ല. പക്ഷെ മേൽക്കോടതി ഇഷ്ടം പോലെ ഉണ്ട്. എത്രയോ പ്രതികൾ ഇതുപോലെ തന്നെ തീർച്ചയായും. എന്തായാലും അത്ഭുതമൊന്നും തോന്നുന്നില്ല. അവിടെ TP രാമകൃഷ്ണൻ കുറ്റക്കാരനാണ് CPM നേതാക്കൾ എന്ന് പറഞ്ഞപ്പോഴും MV ഗോവിന്ദനും കണ്ണൂർ ജില്ലയിലെ നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞ വാക്കുകളും ഇതേ വാചകങ്ങളായിരുന്നു. അപ്പോൾ വിധി വരുമ്പോഴും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ഇടവേള എടുത്ത ശേഷം മറ്റ് അതിഥികളിലേക്ക്. പെരിയ കേസിലെ വിധി വരുമ്പോഴുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ സത്യനാരായണൻ, ഇപ്പോൾ കൃപേഷിന്റെയും ശരത്ലാലിന്റെയൊക്കെ സഹോദരിമാരുടെ പ്രതികരണമാണ് കേട്ടത്. കാരണം നഷ്ടപ്പെട്ടാൽ മാത്രമേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയുകയുള്ളൂ എന്ന്. താങ്കളും പിതാവാണ്. ഇത്രയും വർഷം അങ്ങനെ നീറി ഓരോ ദിവസങ്ങളും തള്ളി നീക്കുകയായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. പക്ഷെ തൃപ്തികരമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ മേൽക്കോടതിയിലേക്ക് മറുഭാഗത്ത് നിന്നും ഈ KV കുഞ്ഞിരാമന്റെ അടക്കമുള്ള ശിക്ഷാവിധിയിന്മേൽ മേൽക്കോടതിയിലടക്കം പോകും, നിയമ പോരാട്ടം നടത്തുമെന്ന സൂചനയാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളായി വരുന്നത്. അപ്പോൾ എന്തും നേരിടാൻ തയ്യാറായ മനസ്സോടുകൂടിയാണോ ഇനിയുമുള്ള പോക്ക്? ഈ കേസിലും അങ്ങനെ നിയമ വഴികൾ, കോടതികൾ താണ്ടേണ്ടി വരുമെന്ന ബോധ്യം താങ്കൾക്കുണ്ടല്ലേ? അല്ല, നമ്മൾക്ക് ഇത് തന്നെയല്ലേ. നമ്മൾക്ക് ഇനിയിപ്പോൾ ഒരായുസ് പറഞ്ഞൊരു മനുഷ്യന് എത്രയേ ഉള്ളത്? ഇനി എന്ത് സന്തോഷിച്ചാൽ എന്താ, പിന്നെ എന്ത് സുഖമാണ് നമ്മുടെ കുടുംബത്തിനകത്തുള്ളത്? ഇനി ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവർ തണുക്കല്ലിൽ പോയാൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ നാട്ടിലോ ഇനി വരുന്ന തലമുറക്കോ ഈ ദുരിതം ഉണ്ടാവില്ലല്ലോ. ഇവർ ശരിക്കും ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലെന്നല്ല ഒരു ആശ്വാസമെല്ലാം നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പിന്നെ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾക്കിപ്പോൾ അവർക്ക് വേണ്ടി CK പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവസാനത്തെ അടവായിരിക്കും. അയാൾ പഠിച്ച് പണി 18 നോക്കി, അതായത് അവരെ രക്ഷിക്കാൻ വേണ്ടി. നമ്മളെ കൂടെയുണ്ടായ ഒരു അഡ്വക്കേറ്റ്, നമ്മൾ കുട്ടികളെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് ബാധിക്കേണ്ട ഒരു അഡ്വക്കേറ്റ് നേരെ തിരിഞ്ഞു പോയി അതിൻ്റെ മറ്റുള്ള ഭാഗത്ത് പ്രതിഭാഗം ചേർന്നും കൊണ്ട് അദ്ദേഹം എന്തോ കുട്ടികൾ മരിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞോന്നറിയില്ല. നേരെ മറിച്ച് നമ്മളെടുത്താണ് ഇയാൾ വിസ്താരം നടത്താനാണ്. നമ്മളെ പിന്നെ പെങ്ങളെടുത്ത്, നമ്മളെ ഭാര്യയെടുത്ത്, അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഭാര്യ ബാലാമണിയുടെ അടുത്തൊക്കെ അയാൾ വിചാരണ നടത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ ഒരു രംഗം ആലോചിച്ച മതി. നമ്മൾ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ അവർ തൂക്കുകയർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവരത് മാറ്റി കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കാൻ പോകുമ്പോൾ നമ്മളെ മാനസികാവസ്ഥ എന്താണെന്ന് അത് നോക്കണേ. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക. അദ്ദേഹം 1 രൂപ പോലും വാങ്ങിക്കാതെ ആ കുടുംബത്തിന് നമ്മൾ അന്ന് വന്ന് നിങ്ങളുടെ ഈ കേസ് ഞാൻ നോക്കാം എന്ന് ഒരു വാക്ക് പറഞ്ഞെന്ന് മുതൽ ഒരു ആശ്വാസം ഞങ്ങൾക്ക് വേറെയുണ്ട്. അതേപോലുള്ള ഒരു വാക്കാണ് അദ്ദേഹവും പറഞ്ഞത്. അദ്ദേഹം നേരെ തിരിഞ്ഞു കുത്തുകയാണ്. അപ്പോൾ ഈ 2 അഡ്വക്കറ്റുമാരും ഒരു ത്രാസിൽ വെച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവരുടെ മനസ്ഥിതി എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാശ് മാത്രമേ ഉള്ളൂ, മനുഷ്യത്വം എന്നുള്ള യാതൊരു ഇതുമില്ല. ഇദ്ദേഹം 1 രൂപ പോലും വേണ്ട, ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ഈ കേസിൻ്റെ കാര്യം നോക്കാം എന്ന് വീട്ടിൽ നമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ സത്യത്തിലെ ആസിഫിലെ പോലെ സാറിനെ നമുക്ക് തിരിച്ചറിയുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യവും, അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഒന്ന് ബാബുരാജ്, പിന്നെ അഡ്വക്കേറ്റ് ബാബുരാജ് ഉണ്ട്, അതുപോലെ പത്മനാഭൻ അഡ്വക്കേറ്റ് ഇപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ നടത്തിപ്പിനായിട്ട് നമ്മൾ നിയോഗിച്ച്, ഇവരൊക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കേസിൻ്റെ പിന്നാലെ തന്നെ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നതിന് ഫസ്റ്റ് തുടക്കം മുതൽ തന്നെ നമ്മൾ കൂടെ നിന്നത് കൊണ്ടല്ലേ നമുക്ക് ഇത്രയെങ്കിലും ഈ
പിന്നെ ഈ വൈകാരിക നിമിഷത്തിലെങ്കിലും ഈ ഇത്തരം ദുഃഖം നിറഞ്ഞ ഈ സമയങ്ങളിൽ, ഈ വേദന അനുഭവിക്കുന്ന ഈ സമയങ്ങളിലെങ്കിലും ഇവരോട് പോരാടി, ഈ സർക്കാരിനോട് പോരാടി ഇവിടം വരെ അവരെ ഈ തടങ്കലിലേക്ക് KV കുഞ്ഞിരാമനെ പോലത്തെ ആൾക്കാരെ അയക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കേരളത്തിന് കൊടുക്കുന്ന ഒരു ഉഗ്രൻ മെസ്സേജാണ്. ഇനിയും ഇതുപോലെ ചെയ്താൽ നാളെ തടങ്കലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയുള്ള തലമുറ ഇത് കണ്ട് പഠിക്കണം. ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് പറഞ്ഞു വിടുമ്പോൾ ഇത് നിൽക്കാൻ തയ്യാറാവാതിരിക്കണമെങ്കിൽ ഇവർക്ക് ശിക്ഷ കിട്ടണം. ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ ആരും ഇതിന് തുനിയില്ല. ഈ നരഹത്യ ഇതുപോലെ ചെയ്യാൻ ആരും തിരിയില്ല. രക്ഷ കിട്ടും, ഒരു പ്രശ്നങ്ങളില്ല. സാമ്പത്തികമായി അവരെ സഹായിക്കും, അവരെ കുടുംബത്തിനെ പോറ്റും. പിന്നെ നിസ്സാരമായിട്ട് ഒരു ജയിലിലേക്ക് വിടാതെ കൊണ്ടുവന്ന് ഇവിടെ ക്രിമിനലായി വാഴിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവർ ഇതിനൊക്കെ തയ്യാറാകുന്നത്. അതിൻ്റെ വഴിയാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ ക്രിമിനൽ സംഘത്തെ വളർത്താൻ നാടിനെ അന്ധകാരത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി ഉണ്ടാകുന്നതായി ഈ വിധി മാറുമെങ്കിൽ അത് നല്ലതാണ്. അവസാനമായി ശ്രീ ടി അസഫ് അലി, കാരണം നമുക്ക് പറയാം ഇപ്പോൾ ഈ സമകാലികമായി CPM പ്രതിസ്ഥാനത്തുള്ള പല കേസുകളുമുണ്ട്. ഏറ്റവും ഒടുവിലായി ADMന്റെ കേസ്, കൊടിസുനി TP കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ആകസ്മികമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് പെരിയാർ കേസിൽ 2019 ഈ CBI അങ്ങ് നഖശിഖാന്തം എതിർത്തത് എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരം നമുക്ക് ഈ സ്പഷ്ടമാണ് ഈ വിധിയിലൂടെ. അപ്പോൾ ഈ സമകാലിക സംഭവങ്ങളുമായിട്ടൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ CBI വരേണ്ടതില്ല എന്ന പിടിവെച്ച് അത് തങ്ങളുടെ നയത്തോട് ചേർത്ത് വെച്ചാണ് വായിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു പ്രാധാന്യത്തോടെ നമ്മുടെ ഈ വിധിയെ സാഗൂതം വീക്ഷിക്കേണ്ടതുണ്ട് ശ്രീ ടി അസഫ് അലി? ഞാൻ പറഞ്ഞില്ലേ, ഈ വിധി എന്തുകൊണ്ടും വളരെ വളരെ സുപ്രധാനമാണ്. കാരണം അട്ടിമറിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷനാണ് CBI കൊണ്ട് നമുക്ക് സാധ്യമായത്. ഈ കേസിന് ഇനിയും കുറേ മാനങ്ങളുണ്ട്. കാരണം വീണ്ടും അന്വേഷണം നീട്ടിപ്പോയാൽ അത് കാലതാമസം, നീതി നിഷേധമാവും എന്നതുകൊണ്ടാണ് ആ ഭാഗം. ഉദാഹരണമായി, ഒരു പ്രതി സംഭവം കഴിഞ്ഞ ഉടനെ വിദേശത്തേക്ക് എത്തിക്കുന്നു, വിസ വാങ്ങി അദ്ദേഹം വിദേശത്ത് പോയി താമസിക്കുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഓൾ ഓഫ് എ സഡൻ അദ്ദേഹം ഒന്ന് സറണ്ടർ ചെയ്തു. അദ്ദേഹം ഇന്ന് ശിക്ഷിക്കപ്പെട്ട ആളാണ്. ആരാണ് അദ്ദേഹത്തിന് വിസ കൊടുത്തത്? ആരാണ് അദ്ദേഹത്തെ വിദേശത്ത് താമസിപ്പിച്ചത്? യെറ്റ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്, ഇനിയും അന്വേഷിക്കേണ്ടതാണ്. വേറൊരു പാർട്ടി നേതാവ് ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വന്നൊരു മരണമണി വിളിക്കുന്നു. ഈ 2 ചെറുപ്പക്കാരുടെ ജീവനിതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാവുന്നു എന്ന സൂചന. ആ മനുഷ്യനെ പ്രതിസ്ഥാനത്ത് ചേർത്തിയില്ല. അപ്പൊ കേസിന്റെ നാൾ വഴികൾ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ, ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആണ്. നമ്മളെ പല സുപ്രധാനമായ വിധികളിലും നമുക്ക് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആണ്. ഇതിൽ ഈ പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇനിയും വരാനിരിക്കുന്നു. അത് ഇനിയും അന്വേഷണം ഇവിടെ തീരുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ വാതിലുകൾ ഇനിയും തുറന്നു കിടക്കുന്നു. ഇത് ഈ ഒരു കുടുംബത്തെയോ ഇതൊരു പാർട്ടിയോ മാത്രമല്ല, സമാധാനം കാക്ഷിക്കുന്ന കേരളത്തിലെ ഒരു എൻലൈറ്റൻ ജനസമൂഹത്തിന് ഒരു ശാശ്വത സമാധാനത്തിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് ആയിരിക്കണം ഈ നിയമ പോരാട്ടത്തിൽ കൂടി നമ്മൾ നേരിടേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ, CBI വരുന്നതിന് CPM-നെതിരാണ് CPI. നമുക്ക് ഓർമ്മയില്ലേ, സോളാർ കേസിൽ ഒരു വെള്ളക്കടലാസിൽ ഒരു കളങ്കിതയായ സ്ത്രീ, കൺവിഷൻ നേരിടുന്ന സ്ത്രീ എഴുതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി ഒരു പോലീസിന്റെ റിപ്പോർട്ട് പോലും വിളിച്ചില്ലല്ലോ. CBI ഉത്തരവിട്ടില്ലേ? ആ കേസിൽ കേരള ഹൈക്കോടതി CBI അന്വേഷണം പാടില്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിയതായിരുന്നു. അപ്പൊ CPM നേതാക്കന്മാർ, ഇപ്പം നവീൻ ബാബുവിന്റെ കേസ് നഖശിഖാന്തം എതിർക്കുകയാണ് CPM. എന്തിനാണ് എതിർക്കുന്നത്? ഗവൺമെന്റ് എന്തിനാണ് എതിർക്കുന്നത്? ഒരു ADM, അതൊരു അസാധാരണമായ കേസല്ലേ? ഒരു ADM അസഫ് അലി, അങ്ങനെ സമകാലിക സംഭവങ്ങളുമായിട്ടൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകാവുന്ന ഒരു വിധി തന്നെയാണിത്. അങ്ങനെ കൃപേഷിനും ശരത് ലാലിനും നീതി ലഭിച്ച ദിവസമാണ്. ആ ദിവസത്തിലെ പ്രതികരണമാണ് അഡ്വക്കേറ്റ് അസഫ് അലിയും ഒപ്പം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്ഷിതാക്കളും ഒപ്പം റജി ലൂക്കോസും ചർച്ചയിൽ പങ്കെടുത്ത് പ്രതികരണങ്ങളായി നടത്തി. ഏവർക്കും നന്ദി അറിയിക്കുന്നു.